ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ റിപ്പോർട്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓരോ റിപ്പോർട്ട്സ് നൽകുന്നത് ഓരോ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻസ് ആണ്. സോഹോ ബുക്സിൽ ഏതൊക്കെ തരം റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് നോക്കാം. സോഹോ ബുക്സിൽ ഇതിനായി സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള റിപ്പോർട്ട്സ് എന്ന മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. ഇതിന്റെ അണ്ടറിൽ ഒരുപാട് സബ് മൊഡ്യൂൾസ് നിങ്ങൾക്ക് കാണാനാവും. ഒരു ബിസിനസിന്റെ ഓവറോൾ ഫ്ലോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളായ ബിസിനസ് ഓവർവ്യൂ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഹൊറിസോണ്ടൽ അതുപോലെ വെർട്ടിക്കൽ വ്യൂ കാണാനാകും. കൂടാതെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇക്വിറ്റി മൂവ്മെന്റ് ഇതെല്ലാം അവിടെ വിസിബിൾ ആണ്. ഇൻവെന്ററി റിപ്പോർട്ട്സും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമുക്ക് ഇൻവെന്ററി സമ്മറി ഓപ്പൺ ചെയ്യാനാകും. അതുപോലെ തന്നെ ഓരോ ഐറ്റവും എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്തു, എത്ര ക്വാണ്ടിറ്റി വന്നു, അതുപോലെ എത്ര ക്വാണ്ടിറ്റി പോയി, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ബാലൻസ് എത്രയാണ്, ഇതെല്ലാം നമുക്ക് കാണാനാവും. ഇനി റിസീവബിൾ റിപ്പോർട്ട് ആണെങ്കിലോ, നമ്മൾ സെയിൽ നടത്തിയതിൽ എത്ര പേര് ക്യാഷ് തരാനുണ്ട്, അതിന്റെ എമൗണ്ട് എത്രയാണ്, ഡ്യൂ ഡേറ്റ് എന്നാണ്, ഇതെല്ലാം അവിടെ വിസിബിൾ ആയിരിക്കും. ഇനി പേയ്മെന്റ് റിസീവ്ഡ് റിപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടി, ഇതിന്റെ ബിൽ വൈസ് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. ബിസിനസിന് ആരൊക്കെ പണം തരാനുണ്ട് അതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോഹോ ബുക്സിൽ ഇതിനായി നമുക്ക് പേയബിൾ റിപ്പോർട്ട്സ് എന്ന കാറ്റഗറി നോക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ബിൽ വൈസ് ഡീറ്റെയിൽസ്, വെൻഡർ ക്രെഡിറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ റീഫണ്ട് ഹിസ്റ്ററീസ് ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയി ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടാക്സ് കംപ്ലയൻസസ് ഈസി ആയി മാനേജ് ചെയ്യാൻ സോഹോ ബുക്സിലെ ടാക്സ് റിപ്പോർട്ടുകൾ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് GSTയുടെയും TDSന്റെയും എല്ലാം ഡീറ്റെയിൽഡ് സമ്മറി കാണാനാവും. GSTR 3B സമ്മറി യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയി GSTR 3B ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ GSTR 9, PMT 6 തുടങ്ങിയ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യാം. അക്കൗണ്ടൻസ് റുട്ടീനായി ചെക്ക് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ബാങ്ക് റീകൺസിലേഷൻ. സോഹോ ബുക്സിൽ ഇതിനായി ബാങ്കിംഗ് സെക്ഷനിലുള്ള ബാങ്ക് റീകൺസിലേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇതെല്ലാം തന്നെ കാണാനാവും. നമ്മുടെ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റിനനുസരിച്ച് സോഹോ ബുക്സിൽ നമുക്ക് റിപ്പോർട്ടുകൾ കസ്റ്റമൈസ് ചെയ്യാനാകും. ഇനി റിപ്പോർട്ടുകൾ വ്യൂ ചെയ്യുന്നത് കൂടാതെ നമുക്ക് ആവശ്യമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും സോഹോ ബുക്സിലുണ്ട്. റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനായി റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് ഫോർമാറ്റിലാണോ റിപ്പോർട്ട് വേണ്ടത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്ത് ഒരു എക്സ്പോർട്ട് ബട്ടൺ കൂടി വരും. അതുകൂടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ആ ഒരു ഡെസ്റ്റിനേഷനിൽ സേവ് ചെയ്താൽ റിപ്പോർട്ട് അവിടെ ഡൗൺലോഡ് ആവുന്നതാണ്. സോഹോ ബുക്സിലെ പ്രധാനപ്പെട്ട കുറച്ച് റിപ്പോർട്ടുകൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.